പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ പൊന്നുമക്കളെ, ഈജിപ്തിലെ മറിയത്തിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം ഈ ലോകത്തെ ഏത് കഠിന പാപിക്കും എത്ര മാരകമായ പാപം ചെയ്ത വ്യക്തിയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് കൂടുതൽ അർഹതപ്പെട്ട വ്യക്തിയാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമിക്കുന്ന സ്നേഹവും എവറസ്റ്റ് കൊടുമുടി പോലെ വലുതും നമ്മുടെ പാപങ്ങൾ അതിലെ മണൽത്തരി പോലെയുമാണ്. അത്രയ്ക്ക് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊന്ന് ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിച്ചാൽ മാത്രം മതി ദൈവമക്കളെ. എൻ്റെ ജീവിതത്തിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ഈജിപ്തിലെ മറിയത്തെ പോലെ പാപജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി. അതുവഴി അവൾ വലിയ സുഖലോലുപതയിൽ ആർഭാട ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്ന് ഒരിക്കൽ അവള് വളരെ തകർച്ചയിലായി. ഈശോയുടെ പൊന്നുമക്കളെ, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 5 ദിവസം സമാധാനത്തോടെ എവിടെയെങ്കിലും എനിക്ക് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. സമാധാനം. ഈശോയുടെ പൊന്നുമക്കളെ, നമ്മളോർക്കും പാപം ചെയ്ത് ജീവിക്കുന്നവർ, മദ്യപാനികളോ അതുപോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ, അതുപോലെ സമൂഹത്തിന് ഉപദ്രവം ചെയ്തുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപിനികളായ സ്ത്രീകൾ, ഈ ലോകത്ത് ഏറ്റവും അധികം ദുഃഖിതരും പീഡിതരുമാണ് അവർ. മക്കളെ, നമ്മളത് മനസ്സിലാക്കണം. പാപം ഒരു വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടും. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം മനസ്സമാധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്കറിയാം, മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നേടിയാലും ഒരു പ്രയോജനമില്ല. സോളമൻ പറഞ്ഞില്ലേ, എല്ലാം മായ, ആകാശത്തിന് കീഴെ സമസ്തവും മായ. ഈ പെൺകുട്ടി ഇപ്രകാരം ഒരു 5 ദിവസം ഒളിച്ച് താമസിക്കുവാനായിട്ടുള്ളൊരു സ്ഥലം അവൾ ചോദിച്ചപ്പോൾ ഞാനും ഭാര്യയും അവളെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് അവളെ കൊണ്ടുവരുവാൻ ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ബ്രദറെ, പനക്കലച്ചൻ പറഞ്ഞു ഒരാഴ്ച കൂടി നീ ധ്യാനിക്കണമെന്ന്. അവള് ഏകദേശം 2 മണിക്കൂറോളം കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു. ഓർമ്മ വെച്ച നാളു മുതൽ അവൾ ചെയ്ത പാപങ്ങള് അവളൊരു പുസ്തകത്തിൽ എഴുതി കണ്ണീർ വാർത്ത് കരഞ്ഞ് കുമ്പസാരക്കൂട്ടിലിന്റെ മുമ്പിലിരുന്ന് അവള് കരഞ്ഞു. ദൈവത്തിന്റെ പൊന്നുമക്കളെ, അനുതാപാർദ്രമായ ഒരു ഹൃദയം എത്രത്തോളമാണ് ഒരു മനുഷ്യനുണ്ടായാൽ അവൻ രൂപാന്തരപ്പെടുന്നതെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അനുഭവിച്ചു. അവൾ ഒരാഴ്ച കൂടി ധ്യാനിച്ചു. വീണ്ടും ഞങ്ങൾ പിറ്റേ ആഴ്ച ചെന്നു. അവൾ പറഞ്ഞു, ഗത്സമനയിൽ എന്ന മധ്യസ്ഥ പ്രാർത്ഥന സ്ഥലമുണ്ട്. ഡിവൈനിലൊരു കൊച്ചു സ്വർഗമാണ്, ഒരു കൊച്ചുമുറി. അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റോടുകൂടെ അവള് 1 മാസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോണേ. സിറ്റ് ആൻഡ് പ്രേ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലിരുന്ന് അവള് എനിക്കൊന്ന് കരയണം. ഞാൻ എന്തോരം എൻ്റെ യേശുവിനെ വേദനിപ്പിച്ചു,
അവൾക്ക് അതിന് അനുവാദം കിട്ടി. 1 മാസം കഴിഞ്ഞു. പിന്നീട് അവൾ പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ബൈബിൾ കോളേജിൽ ചേർന്നു. 6 മാസത്തെ ബൈബിൾ പഠിക്കാൻ. കണ്ടോ, പടിപടിയായി കർത്താവ് അവളെ ആത്മീയ ജീവിതത്തിലേക്ക് ഉയർത്തി. 6 മാസത്തെ ബൈബിൾ കോളേജിൽ അവൾ പഠിച്ചു, ബൈബിള് മുഴുവൻ വായിച്ചു. പിന്നൊരു ദിവസം ഞാനും ഭാര്യയും അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു ചിത്രശലഭത്തെ പോലെ അവൾ പാറി നടക്കുക. എന്തൊരു സന്തോഷം! ഈശോയുടെ പൊന്നുമക്കളെ, ക്രിസ്ത്യനോസ് പറഞ്ഞതുപോലെ ഉള്ളൊരു വാക്ക്, ബ്രദറെ, ഞാൻ എത്ര വൈകി ഈശോയെ അറിയാൻ, അനുഭവിക്കാൻ. ഈശോയുടെ പൊന്നുമക്കളെ, ഒരു സ്വകാര്യ സന്തോഷവും ഒരു സ്വകാര്യ ആനന്ദവുമാണ് ആത്മാക്കളെ ഈശോയ്ക്ക് പിടിച്ചു കൊടുക്കുക. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നീട് അവൾ ഒരു വിവാഹം കഴിച്ചു. ഇപ്പോഴും ശുശ്രൂഷയിലാണ് അവളുടെ ജീവിതം മുഴുവനും. ഇപ്പോഴും വിളിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ ഒത്തിരി വളർന്നൊരു കുഞ്ഞായി അവൾ മാറി. നോക്കുക, പാപത്തിൽ വീഴുക മാനുഷികമാണ്, പാപത്തിൽ തുടരുക പൈശാചികമാണ്. പാപത്തിൽ നിന്ന് നമുക്ക് ചാടി എഴുന്നേറ്റ് ഈശോയുടെ സന്നിധിയിലേക്ക് പോകാം. ധൂർത്തപുത്രനെ പോലെ കർത്താവ് നമ്മളെ 2 കൈകളും നീട്ടി നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കും. ഈശോയുടെ പൊന്നുമക്കളെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപത്തെ എൻ്റെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ച ഏറ്റവും വലിയ പാപത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എൻ്റെ പാപങ്ങള് എൻ്റെ കർത്താവിനെ നൊമ്പരപ്പെടുത്തി മുറിവേൽപ്പിച്ചു. അവിടുത്തെ ക്രൂശിച്ചത് എൻ്റെ പാപങ്ങളാണ്. ചാട്ടവാറടിച്ചത് എൻ്റെ പാപങ്ങളാണ്. പ്രത്യേകിച്ച് എന്നെ തന്നെ ഞാൻ മറന്നു ചെയ്ത മാരകമായ പാപങ്ങളാണ്. ഈശോയുടെ മുമ്പിൽ ഒന്ന് എടുത്തു വെച്ചേ അവിടത്തോട് ക്ഷമ ചോദിക്കാം. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കുകയില്ല. രക്താംബരം പോലെ കടും ചുവപ്പാണ് നിന്റെ പാപങ്ങളെങ്കിലും കർത്താവ് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റും. വിശ്വസിക്കുക. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കുവാനാണെന്ന് ഈശോ പറഞ്ഞില്ലേ? പാപത്തിൽ വീണുപോയ പൊന്നുമക്കളെ ഈശോ കാത്തിരിക്കുന്നു. നമുക്ക് തിരിച്ചു ചെല്ലാം ഈശോയുടെ. നാം ഈശോയിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് പല പ്രലോഭനങ്ങളിലും നാം വീണത്. നമുക്ക് ഈശോയുടെ അടുത്ത് നിൽക്കാം പ്രാർത്ഥനയിൽ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. എൻ്റെ നിക്ഷേപം ഞാൻ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാം. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ ചിന്തയിൽ നിരന്തരം യേശു ചിന്ത കൊണ്ട് നിറച്ച് ഞാൻ ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഈശോ അടുത്തുണ്ടെന്ന്. പക്ഷേ ഞാൻ ക്ഷീണിതനാണ്, ഞാൻ ഏകാഗ്രതയില്ലാത്തവനാണ്, ഞാൻ പല വിചാരത്തിലാണ്. അതിനാൽ എൻ്റെ പ്രാർത്ഥന എന്നെ രൂപാന്തരപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ശിഷ്യരുടെ അടുത്തുനിന്ന് ഈശോ പറഞ്ഞില്ലേ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈശോയുടെ പൊന്നുമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കാരണം അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാവും, ഞാൻ പ്രാർത്ഥിക്കാത്ത മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖങ്ങളും ദുരന്തങ്ങളും വന്നത്. അത് ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് തന്നെ ഈശോയുടെ മുമ്പിൽ ഞാൻ ഏറ്റു പറയുകയാണ്. ഈശോയുമായുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോഴാണ്
ഞാൻ ഏറ്റവും അധികം തകർന്നത് എന്ന് തിരിച്ചറിയാം. കർത്താവേ, എൻ്റെ എല്ലാ പാപങ്ങളും നിന്റെ തിരുമുമ്പിൽ വയ്ക്കുന്നു. അങ്ങയോട് ക്ഷമിക്കണമേ. എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങളേറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞു. ഈശോയുടെ പൊന്നു മക്കളെ, കാരണവന്മാര് പറയാതിരില്ലേ, ഇരിക്കേണ്ടടുത്ത് ഇരിക്കുന്നില്ലെങ്കിൽ അവിടെ പിശാച് കയറിയിരിക്കും. യൂദാസ് ശ്ലീഹായുടെ ലേഖനം ഭാഗത്തില് ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. അതില് എന്നെ സ്പർശിച്ച ഭാഗം ഞാൻ ഇവിടെ വായിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല പോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. കണ്ടോ? സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ ലൂസിഫറും കൂട്ടരും മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യ അഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ഈശോയുടെ പൊന്നുമക്കളെ, ഞാനൊരിക്കൽ നിത്യവിധിയാളനായ യേശുവിന്റെ മുമ്പിൽ നിർത്തപ്പെടും എന്നതൊരു സത്യമാണ്. അന്ന് എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാവൽ മാലാഖ എൻ്റെ അടുത്തുണ്ടാവും. ഈശോ പറയും, ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ. ചങ്കിടിക്കുന്ന ഒരു സമയമാണ് ദൈവമക്കളെ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് പരിശോധിപ്പിക്കും കാവൽ മാലാഖയെ കൊണ്ട്. മാലാഖ പരിശോധിച്ചിട്ട് പറയും, ഇല്ല, ഇവന്റെ പേരില്ല എന്ന് പറയും. ഫ്രാൻസിസിന്റെ പേരില്ല എന്ന് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ഈശോ പറയും, ഞാൻ നിന്നെ അറിയുകയില്ല. ചങ്കിടിക്കുന്നവ ഒരു സ്വരമല്ലേ അത്? യേശു എന്നെ അറിയുകയില്ല എന്ന് പറയും. കർത്താവെ, 33 വർഷത്തുമായി ഞാൻ നിന്റെ വേല ചെയ്യുന്നു കുടുംബസമേതം, ഞാൻ നിന്നെ അറിയില്ല. കർത്താവ് പറയും, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിയുവിൻ, പുഴു ചാവാത്തതും തീ കെടാത്തതുമായ സ്ഥലത്തേക്ക് വലിച്ചെറിയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ജീവിതാന്ത്യത്തെ ഓർത്ത് നീ പാപം ചെയ്യരുത്. സ്നേഹിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.